ഓരോ പദ്ധതികളും ഓരോ സർക്കാരിൻ്റെ അഭിമാനങ്ങളാണ്. ഇടതു സർക്കാരിൻ്റെ ഏറ്റവും വലിയ അഭിമാന പദ്ധതിയായിരുന്നു സിൽവർ ലൈൻ. തിരുവനന്തപുരം മുതൽ അങ്ങ് വടക്ക് കാസർഗോഡ് വരെ വേഗത്തിൽ യാത്ര ചെയ്യുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചതായിരുന്നു സിൽവർ ലൈൻ. ഏകദേശം 532 കിലോമീറ്റർ, 200 കിലോമീറ്ററിലധികം വേഗതയിൽ സഞ്ചരിക്കുന്ന ട്രെയിൻ സംവിധാനം, അതായിരുന്നു സിൽവർ ലൈൻ. കേരളത്തിൽ മാത്രം 11 സ്റ്റേഷനുകൾ, ഏറ്റവും പ്രധാന ഡിപ്പോ അങ്ങ് കൊല്ലത്ത്. അങ്ങനെ തുടങ്ങി പദ്ധതി സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തു. പ്രാഥമിക നടത്തിപ്പിനായി ഏകദേശം 5 കോടിയോളം രൂപയാണ് സിൽവർ ലൈനു വേണ്ടി അന്നത്തെ ഇടതു സർക്കാർ അനുവദിച്ചത്. പല സ്ഥലങ്ങളിലും മഞ്ഞക്കുറ്റികൾ സ്ഥാപിച്ചു തുടങ്ങിയപ്പോഴേക്കും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ തുടങ്ങി. വയലിൻ നടുവിലൂടെയും വീടിനുള്ളിലൂടെയും കൃഷിയിടങ്ങളിലൂടെയുമൊക്കെ വളരെ വേഗത്തിൽ ചീറിപ്പായുന്ന സിൽവർ ലൈൻ പദ്ധതിക്കെതിരെയുള്ള സമരവും വളരെ വേഗത്തിലായിരുന്നു. അതിന് രാഷ്ട്രീയമില്ലായിരുന്നു. ഒരു വലിയ കൂട്ടായ്മയായിരുന്നു ആ സമരത്തിൽ പങ്കാളികളായത്. ഈ സർക്കാർ ആ പദ്ധതി റദ്ദ് ചെയ്യുമ്പോൾ വലിയ സന്തോഷത്തോടു കൂടിയാണ് ആ റദ്ദ് ചെയ്യൽ നടപടിയെ അവർ സ്വാഗതം ചെയ്യുന്നത്. നാട്ടിലെങ്ങും വലിയ ആഘോഷമാക്കി മാറ്റുകയാണ് അല്ലെങ്കിൽ ആ സമരത്തിൽ പങ്കെടുത്ത ആളുകൾ. മാത്രവുമല്ല, സർക്കാർ ഒരു കാര്യം കൂടി ചെയ്തു. ആ സമരത്തിൻ്റെ പേരിലെടുത്ത കേസുകൾ കൂടി റദ്ദ് ചെയ്യാൻ. അങ്ങനെ സിൽവർ ലൈൻ എന്ന് പറയുന്ന പദ്ധതി തൽക്കാലം നിർത്തിവെക്കുന്നു, അല്ലെങ്കിൽ റദ്ദ് ചെയ്യപ്പെടുന്നു. ഇനി ആ പദ്ധതിയില്ല. മാത്രവുമല്ല, ആ ഭൂമി പഴയപടി തിരിച്ചു നൽകുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചിരിക്കുന്നു. ഇതിൻ്റെ പേരിൽ എത്ര ആളുകൾക്കാണ് ഇപ്പോഴും ഭൂമി വിൽക്കാൻ കഴിയാത്ത അവസ്ഥ? പലർക്കും വീടുകൾ പുതുക്കിപ്പണിയുന്നതിന് ലോൺ പോലും എടുക്കാൻ കഴിയുന്നില്ല. സാമ്പത്തികമായി വല്ലാതെ ഞെരുക്കിയ തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. പല ആളുകളുടെയും ജീവിതവൃത്തി പോലും അടഞ്ഞ അധ്യായമായി മാറി, അല്ലെങ്കിൽ പല ആളുകളുടെയും ജീവിതം പോലും വഴിമുട്ടിച്ച തരത്തിലേക്ക് കാര്യങ്ങളെത്തി. എന്തായാലും വലിയൊരു സമരത്തിന് ഇപ്പോൾ തിരശ്ശീല വീണിരിക്കുന്നു. അതും സർക്കാർ അധികാരമേറ്റ് 1 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ. വരും ദിവസങ്ങളിൽ ഇനി പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും പ്രതികരണങ്ങൾ ഉണ്ടാവും. പക്ഷേ അന്ന് LDF സർക്കാർ ഇത് നടപ്പിലാക്കാൻ ലക്ഷ്യമിടുമ്പോൾ CPM-നകത്തുള്ളവർക്കും വിയോജിപ്പുണ്ടായിരുന്നു. കാരണം വലിയ തരത്തിൽ പ്രകൃതിക്ക് കോട്ടം തട്ടുന്ന തരത്തിലായിരുന്നു പല സ്ഥലങ്ങളിലൂടെയും ഈ സിൽവർ ലൈൻ്റെ പാളങ്ങൾ കടന്നു പോകുന്നത്. ചില സ്ഥലങ്ങളിൽ വയലുകൾ നികത്തേണ്ടി വരും. ചില സ്ഥലങ്ങളിൽ വലിയ തരത്തിൽ ഭൂമിക്ക് നാശമുണ്ടാകുന്ന തരത്തിൽ തുരങ്കങ്ങൾ സൃഷ്ടിക്കേണ്ടി വരും. അങ്ങനെ ആ ഒരു നിർമ്മാണ പ്രവർത്തനത്തെ പരിസ്ഥിതി പ്രവർത്തകരും എതിർത്തിരുന്നു. എന്തായാലും സിൽവർ ലൈൻ പദ്ധതി നിർത്താൻ അല്ലെങ്കിൽ അവസാനിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചത് വലിയൊരു വിഭാഗം ആളുകൾക്ക് ആശ്വാസം എന്ന് പറയുമ്പോഴും, ഇതിന് തത്തുല്യമായ തരത്തിൽ വേഗത്തിൽ യാത്ര ചെയ്യുന്നതിന് വേണ്ടി മറ്റൊരു പദ്ധതി UDFൻ്റെ പക്കലുണ്ടോ എന്നൊരു ചോദ്യവും ഉയരുന്നുണ്ട്. കാരണം എല്ലാവരും വേഗതയെ ഇഷ്ടപ്പെടുന്നു. വേഗത്തിൽ പല സ്ഥലങ്ങളിലും എത്താൻ ആഗ്രഹിക്കുന്നു. അവരുടെ ആഗ്രഹവും നിറവേറ്റണം. അതിനായി ഏതെങ്കിലും പദ്ധതി മനസ്സിൽ കരുതിയിട്ടുണ്ടോ എന്നൊരു ചോദ്യവും ഉണ്ട്. എന്തായാലും മധ്യ കേരളത്തിൽ വലിയ തരത്തിലുള്ള സമരകോലാഹലമായിരുന്നു സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ ഉയർന്നു പൊങ്ങിയത്. ഒരുപാട് വനിതകൾക്കെതിരെ കേസെടുത്തു. പല സ്ഥലങ്ങളിലും കുറ്റി സ്ഥാപിക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ തടഞ്ഞു. ചില സ്ഥലങ്ങളിൽ പോലീസ് ഇടപെട്ട് പലരെയും നിലത്തുകൂടി വലിച്ചിഴച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കാഴ്ചയും കേരളം കണ്ടതായിരുന്നു. അങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി വലിയ തരത്തിൽ പോലീസ് ഇടപെടലുകൾ നടത്തിയിരുന്നു സിൽവർ ലൈൻ്റെ പേരിൽ. എന്തായാലും നിലവിൽ ആ പദ്ധതി റദ്ദാക്കിയിരിക്കുന്നു. പക്ഷേ ഇനിയുള്ള കാര്യങ്ങൾ, എന്തായാലും വികസനം ഇഷ്ടപ്പെടുന്നവരാണ് കേരളം. ഇതിന് തത്തുല്യമായതും എന്നാൽ ഇതിനേക്കാൾ കുറച്ചുകൂടെ ഗംഭീരമായതുമായ ഒരു പദ്ധതി, വേഗതയിലുള്ള പദ്ധതി പ്രതീക്ഷിക്കുകയാണ് കേരളം. നിലവിൽ ഏകദേശം 500-ലധികം കേസുകളാണ് പല സ്ഥലങ്ങളിലായി ചാർജ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് പേരെ കക്ഷി ചേർത്തിട്ടുണ്ട്. ആ കേസുകൾ പിൻവലിക്കുക വഴി അവർക്കും അതൊരാശ്വാസമാകും. ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുണ്ടായത് ആലപ്പുഴ ജില്ലയിലും ഒപ്പം കൊല്ലം ജില്ലയിലുമാണ്. അവസാനമായി കുറ്റി സ്ഥാപിക്കാനെത്തിയത് കൊല്ലം ജില്ലയിലെ കുണ്ട്ര ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലായിരുന്നു. അവിടെ വലിയ തരത്തിൽ സമരമുണ്ടായി. പാചകവാതക സിലിണ്ടറുകൾ ഉയർത്തിയായിരുന്നു സ്ത്രീകളുടെ പ്രതിഷേധം. പാചകവാതക സിലിണ്ടറുകൾ ഉയർത്തി ആത്മഹത്യാ ഭീഷണി പോലും അവർ മുഴക്കിയിരുന്നു. അങ്ങനെ സമരം വലിയ തരത്തിൽ ഉയരാൻ തുടങ്ങിയതോടെയായിരുന്നു തൽക്കാലം കുറ്റികൾ സ്ഥാപിക്കുന്നത് നിർത്തിവെച്ചത്.
എന്തായാലും UDF സർക്കാരിൻ്റെ ഈ നടപടിയെ നല്ലൊരു വിഭാഗം ജനത സ്വാഗതം ചെയ്യുന്നുണ്ട്. ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം, വികസനങ്ങൾ ആവശ്യമാണ്. പക്ഷേ അത് ജനങ്ങളുടെ ജീവിതമാർഗങ്ങളുടെ മുകളിലൂടെ കടന്നുപോയി പ്രകൃതിയെ വല്ലാത്ത തരത്തിൽ ദോഷം ചെയ്യുന്ന തരത്തിലുള്ള പദ്ധതികളല്ല വേണ്ടത്. വേഗതയിൽ നന്നായി നടപ്പിലാക്കുന്ന പദ്ധതികളെക്കുറിച്ച് ആലോചിച്ച് നടപ്പിലാക്കാൻ ഈ സർക്കാരിന് കഴിയും എന്ന് പ്രതീക്ഷിക്കാം.